വിമാനത്താവളം വഴി കഴിഞ്ഞ വർഷം വന്നുപോയ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2023 ജനുവരി മുതൽ ഡിസംബർ വരെ യാത്ര ചെയ്തത് 41.48 ലക്ഷം പേരാണത്രേ. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം ഇതുവഴി വന്നുപോയ ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർ 4 ലക്ഷത്തിലധികം പേരാണ്. കോവിഡിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയധികം യാത്രക്കാരുടെ വർധനയുണ്ടായതെന്ന് വിമാനത്താവള അധികൃതർ പറയുന്നുണ്ട്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടിയതും കുറഞ്ഞ യാത്രാക്കൂലിയും മികച്ച സൗകര്യങ്ങളുമാണ് യാത്രക്കാരുടെ എണ്ണം കൂടാൻ കാരണം. 22 ലക്ഷം ആഭ്യന്തര യാത്രക്കാരും 19 ലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരുമാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി വന്നുപോയത്. 2022 ഈ വിമാനത്താവളം വഴി വന്നുപോയവരുടെ എണ്ണം 33 ലക്ഷമായിരുന്നു. ആ വർഷം ഡിസംബറിൽ മാത്രം 3.28 ലക്ഷം പേരും വന്നുപോയി. 26% വർധനയുണ്ടായതായി അധികൃതർ പറയുന്നുണ്ട്. പുതിയ വിമാന സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ വഴി കയറ്റി അയച്ചത് ഒന്നും രണ്ടുമല്ല 8 ടൺ പൂക്കളാണ്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് 6 ടണ്ണും ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് 2 ടണ്ണും അയച്ചു. തമിഴ്നാട്ടിലെ തേവാള അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുമുള്ള പൂക്കളാണ് ഭൂരിഭാഗവും. പഴവും പച്ചക്കറികളും അടങ്ങുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഓണക്കാലത്ത് വർദ്ധിച്ചിരുന്നു. ഇന്ത്യയിലെ നഗരങ്ങളിലേക്ക് 25 ടണ്ണും വിദേശത്തേക്ക് 1498 മെട്രിക് ടണ്ണുമാണ് കയറ്റുമതി ചെയ്തത്. ജൂലൈയിൽ ഇത് യഥാക്രമം 6 ടണ്ണും 1299 മെട്രിക് ടണ്ണുമായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ആകെ 1515 മെട്രിക് ടൺ ചരക്കാണ് കയറ്റുമതി ചെയ്തത്. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്ക് 214 ടൺ ചരക്കാണ് കൊണ്ടുപോയത്. ജൂലൈ മാസത്തിലെ അപേക്ഷിച്ച് 12% വർധനവാണ് ഇത്. KSIE ആണ് എയർപോർട്ടിലെ വിദേശ കാർഗോ കൈകാര്യം ചെയ്യുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ കുറഞ്ഞ നിരക്കിലുള്ള എയർലൈൻ അനുബന്ധമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. മിഡിൽ ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആഴ്ചയിൽ 175 സർവീസുകൾ നടത്തുന്നു. എയർ ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ എയർ ഇന്ത്യ ചാർട്ടേഴ്സ് ആയിരുന്നു ഈ എയർലൈൻ സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ നേരിട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. എയർ ഇന്ത്യയുടെ അനുബന്ധമായ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുമാണ്. ആഴ്ചയിൽ 100-ലധികം സർവീസുകൾ നടത്തുന്നു. എയർ ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ എയർ ഇന്ത്യ ചാർട്ടേഴ്സ് ആയിരുന്നു ഈ എയർലൈൻ സ്വന്തമാക്കിയിരുന്നത്. 2005 ഏപ്രിൽ 29 പ്രവർത്തനം ആരംഭിച്ച എയർലൈനിന്റെ ആദ്യ വിമാനം തിരുവനന്തപുരത്ത് നിന്നും അബുദാബി വരെയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യ വിമാനം ബെല്ലിയോൺ ഏവിയേഷൻ സർവീസിൽ നിന്നും 2005 ഫെബ്രുവരി 22 വായ്പാ അടിസ്ഥാനത്തിൽ ലഭിച്ച പുതിയ ബോയിങ് 737-86 വിമാനമാണ്. 2014 ഫെബ്രുവരി 20 എയർലൈനിന് ബോയിങ് 737-800 ഉൾപ്പെടെ 20 വിമാനങ്ങളുണ്ട്. എയർലൈനിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. 2013 ജനുവരി മുതൽ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റാനുള്ള അഭ്യർത്ഥനയ്ക്ക് 2012 ഡിസംബറിൽ എയർ ഇന്ത്യ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആഴ്ചയിൽ 100-ലധികം സർവീസുകൾ നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാ യാത്രക്കാർക്കും ഉപചാരമായി ലഘുഭക്ഷണങ്ങളും മിനറൽ വെള്ളവും നൽകുന്നു. സ്നാക്സുകൾ, വായിക്കാനുള്ള പുസ്തകങ്ങൾ, മറ്റു വിനോദകാര്യങ്ങൾ വിമാനത്തിൽ നിന്നും വാങ്ങാവുന്നതാണ്. വിനീതരായ സ്റ്റാഫുകൾ നമുക്ക് നല്ല യാത്രാനുഭവം പകരാൻ സഹായങ്ങൾ നൽകാൻ സദാ തയ്യാറാണ്. ലക്ഷ്യസ്ഥാനങ്ങൾക്കനുസരിച്ച് സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരിധി നിശ്ചയിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് 10 കിലോഗ്രാം സൗജന്യ ബാഗേജ് അനുവദിക്കും. ഓരോ യാത്രക്കാരനും കയ്യിൽ 7 കിലോഗ്രാമിൽ താഴെയുള്ള ചെറിയ ബാഗ് കൊണ്ടുപോകാവുന്നതാണ്. അതിൽ കൂടുതൽ ഹാൻഡ് ബാഗിൽ അനുവദനീയമല്ല. സൗജന്യ ബാഗേജ് പരിധിയിൽ കൂടുതലായിട്ടുള്ള ബാഗേജുകൾക്ക് അധിക പണം നൽകേണ്ടതാണ്. ഓരോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെയും ചിറകിൽ ഇന്ത്യൻ സംസ്കാരം, പാരമ്പര്യം, ചരിത്രം എന്നിവ പ്രതിബിംബിക്കുന്ന വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.